ചങ്ങായിമാരെ അപ്പുറം കണ്ണൂർ നഗരം പ്രകാശത്തിൻ്റെ വേറൊരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. നോക്കിയാൽ അങ്ങനെ ലോങ്ങിലൊരു സംഭവം കാണുന്നുണ്ടോ? ഉള്ള ലൈറ്റെല്ലാം കത്തിച്ച് മംഗലപ്പുര പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടനം അടുത്തുണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആ നെയിം ബോർഡിൻ്റെ വെളിച്ചം ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മുനീശ്വരൻ കോവിൻ്റെ ഭാഗം ഫുള്ളായിട്ട് നോക്കിയാൽ എന്താ മൊഞ്ച്. ഒറ്റൊരു നെയിം ബോർഡാണ്. നാറി ഓപ്പണിംഗ് ഷോട്ടിൽ ഇതാ അതിൻ്റെ നെയിം ബോർഡാണ്. നല്ല കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്. നല്ല അങ്ങ് ലോങ്ങെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ എന്താ മൊഞ്ച് നോക്കിയാൽ നല്ല വെളിച്ചാണ്. ഇപ്പോൾ മുനീശ്വരൻ കോവിൻ്റെ ഭാഗത്തിൽ നല്ല വെളിച്ചായിട്ടുണ്ട്. കാറിൽ ഇപ്പം വെട്ടി തെളിക്കുന്നുണ്ട്. ടാക്സി കാറിൽ നല്ല വെളിച്ചായിട്ട് നല്ല കത്തിച്ചിരിപ്പോൾ ഈ ഭാഗം സ്റ്റേഷൻ റോഡ് ഭാഗം നല്ല വെളിച്ചാണ്. ഇപ്പുറത്തെ ഭാഗം കത്തിച്ചില്ല, കത്തിക്കുമായിരിക്കും. കത്തിക്കും കൂടി ചെയ്താൽ പിന്നെ ഈ ഭാഗം നല്ല വെളിച്ചാവും. നല്ല രസം ഉണ്ടാവും കാണാൻ. അത് ഒരു ഭാഗം കത്തിച്ചിട്ടാണ് നല്ല അങ്ങനെ മുനീശ്വരൻ കോവിൻ്റെ ഭാഗത്തുള്ള അടിപൊളിയാവും ഗൈസ്. ഈ ഭാഗം കൂടി കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നമ്മൾ സ്റ്റേഷൻ റോഡ് ഭാഗം പൊളിയാവും. ഇത് പമ്പിൽ ഈ ഭാഗം തോന്നുന്നു കാരണം അടുത്ത് തന്നെ ഉണ്ടാവും തോന്നുന്നു. നല്ല തകൃതിയായി പണി നടക്കുന്നുണ്ട്. രാത്രിയെല്ലാം നോക്കിയാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിയെല്ലാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആകെ ഒരൊറ്റ പ്രശ്നം ഇതാണ്, വണ്ടി കയറുമ്പോൾ ഇറങ്ങുമ്പോഴുള്ള ട്രാഫിക്. എന്തായിത്തീരുന്നു പഠിച്ചോന്നറിയാം. എല്ലാം കലക സമാവാത്തി വല്ലാതെ ആവും. ഇവിടേക്ക് വന്ന് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ബ്ലോക്ക് വരും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയും പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കൺജഷൻ ബ്ലോക്ക് വരും. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുമായിരിക്കും. ഇൻഷാല്ലാ എന്തെങ്കിലും കാണുമായിരിക്കും. അതാ ഒരു വണ്ടി ഇറങ്ങുന്ന നോക്കിങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന വണ്ടിയെല്ലാം നിർത്തേണ്ടി വരും. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് കൂടും. അപ്പോൾ ഒരു 3-4 കാറിലൊപ്പം ഇറങ്ങുന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. എന്താ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. 2 സെക്യൂരിറ്റിയിലാക്കിയിട്ട് ഫുൾ കൺട്രോൾ ചെയ്താൽ അടിപൊളിയാവും. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ക്യാമറാമാൻ സയ്യിർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ. കണ്ണൂരിൻ്റെ മുഖച്ഛായക്കൊരു മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ.